ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഇതാ ഞങ്ങൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് നിന്നെ അനുഗമിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് നീ തരിക? ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? അതിന് കർത്താവിൻ്റെ മറുപടി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കേട്ടതാണ്. എന്താണ് കർത്താവിൻ്റെ മറുപടി? നിങ്ങൾ 12 ഗോത്രങ്ങൾ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. അത് സ്വർഗരാജ്യത്തിലെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടൊരു വാർത്ത, അതാണ് ഈ വചനവാദ സെലക്ട് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. പത്രത്തിൽ കണ്ടൊരു വാർത്ത എങ്ങനെയാണ്? രത്തൻ ടാറ്റ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ്ക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന സ്വത്ത് 5000 കോടിയാണ്. ഇത് കേട്ടതോടുകൂടി അല്ലെങ്കിൽ ഇത് വായിച്ചതോടുകൂടി എൻ്റെ മനസ്സ് വളരെയധികമായിട്ട് ഒരു വളർത്തുനായി, അതിന് എഴുതി വച്ചിരിക്കുന്ന കോടികൾ. തീർച്ചയായിട്ടും ആ വളർത്തുനായി രത്തൻ ടാറ്റയെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. വലിയ പുതിയ തരത്തിൽപ്പെട്ട ഒരു നായയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വളർത്തുനായി സ്നേഹിച്ച വ്യക്തി വലിയ സമ്പന്നനായതുകൊണ്ട് ആ വ്യക്തി എന്താണ് ചെയ്തത്? ഒരിക്കലും ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയൊരു സമ്പത്ത് അദ്ദേഹം ഈ നായ്ക്ക് വേണ്ടി എഴുതി വയ്ക്കുകയും, ഞാൻ ചിന്തിച്ച ദൈവമേ, അതിസമ്പന്നനായ അല്ലെങ്കിൽ ഈ രത്തൻ ടാറ്റ എന്ന് പറയുന്ന സമ്പന്നൻ എന്നല്ല, അതിസമ്പന്നനായ അങ്ങയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും അങ്ങയുടെ പ്രതിഫലം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ചിന്തിച്ചപ്പോഴാണ് ഈ വചനവാദം ഇന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോഴുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ഒത്തിരി ഉണ്ട്, നമുക്കറിയാം. അവരുടെ സ്നേഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു വാഗ്ദാനമുണ്ട് എന്നുള്ള കാര്യം അവർ ഓർത്തിരിക്കണം. അവരുടെ സ്നേഹങ്ങൾ, അവരെ പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥത, ദൈവത്തെ പ്രതി അവർ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലെ പ്രതിഫലമുണ്ടെന്ന് ഈശോ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അവരങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവർക്കുള്ള പ്രതിഫലം എന്താണ്? 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കി. അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഈ മനുഷ്യനെ ഈ ലോകത്ത് ഒരിക്കലും ഗ്രഹിക്കാനാവില്ല, അത്ര മാത്രം. ഈ കേവലം ഒരു പട്ടിക്ക് ഈ വ്യക്തി എഴുതി വെച്ച കോടികൾ അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറഞ്ഞ പോലെ, മനുഷ്യന്, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഭയങ്കരമാണ്. അതാണ് ആ പറയുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കി. ഇത് നമ്മൾ ഗ്രഹിക്കണം. ഇത് അടിസ്ഥാനപരമായ ഒരു ക്രിസ്തീയ സത്യമാണ്. കാരണം നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഊർജം എന്ന് പറയുന്നത് ഇതിൽ പണിയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് വെറുതെ എന്താണ്? പൗലോസ് പറയുന്നത്, ഞാൻ വായിൽ പ്രചരിക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, ഇതിന് ഫലമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അതിന് ദൈവം നമ്മളോട് പറയുന്നത് ഇടുങ്ങിയ വഴികൾ പോകാനാണ് പറയുന്നത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ വഴി എന്തായിരിക്കണം?
ഇടുങ്ങിയ വഴി. പലരും ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ് അല്ലേ? ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏത് ഇനി ഇലക്ട്രിസിറ്റിന്റെ ബില്ലിന്റെ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂടണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടണം, കഷ്ടപ്പെട്ടിട്ടും കാര്യം എത്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇങ്ങനെയുള്ള ഉള്ളാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. നമ്മുടെ അധികാരികൾ ചെയ്ത് പറയും, രാഷ്ട്രീയക്കാരെന്ന് പറയും, ഞാൻ പറയുന്നു നമ്മളങ്ങനെ പഠിച്ച് ശപിച്ച് ഈ ഒരു സകലങ്ങളെ നേരിടരുത് എന്നാണ് ദൈവം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സഹനാനുഭവം നമ്മുടെ കുഴപ്പമുകൊണ്ട് വന്നതല്ല. അതൊക്കെ ലോകത്തിലെ സ്വാർത്ഥതയുടെ ഫലമായിട്ടും സമ്പന്നർക്ക് പിന്നെയും പിന്നെ സമ്പന്നനാകാനുള്ള ആർത്തി പോലെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അത് രക്ഷയ്ക്ക് കാരണമാക്കി പറഞ്ഞാൽ അത് കഴിയും, ദൈവത്തിന് കഴിയും. കാരണം ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. അപ്പോൾ അത് ശപിച്ച് പ്രാഗി അത് നേരിടാതെ സമചിത്തതയോടുകൂടി നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് സഹനങ്ങൾ വേണം. സുഖിച്ച് ജീവിക്കുന്നവർക്ക് സഹനങ്ങളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാനാവുന്ന കാര്യമാണ്. പക്ഷെ സഹിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആശ്വാസമാണ്, സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ആളുകള് ഇടയ്ക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ പറ്റി ചിന്തിച്ച് അതന്നെ പറഞ്ഞത് ഭാവന ചെയ്ത് അവർ സന്തോഷിക്കണം. മാത്രമല്ല അവരുടെ ആ ക്ലേശം അല്ലെങ്കിൽ അധ്വാനം അത് ദൈവം അത് ആശീർവദിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്? നിങ്ങൾ ലോകത്ത് എങ്ങനെ പോകണം? വിശാലമായ വഴിയിലൂടെ പോകരുത്, ഇടുങ്ങിയ വഴിയിലൂടെ പോകണം. അപ്പൊ നമ്മുടെ അധ്വാനങ്ങൾ കൂടുന്തോറും നമ്മൾ ശക്തിയെ പ്രാഗിയല്ല വേണ്ടത്, മറിച്ച് ദൈവമേ ഈ കുരിശ് ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്ക് ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ്. ദൈവവചനത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ശ്രീഹന്മാരെ പറയുന്നുണ്ട്. ഇടുങ്ങിയ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി അവർ പറയുന്നത് എന്താണ്? 2 തെസ്സലോനിക്ക 3:6 പ്രകാരം പറയുന്നു, അലസതയിൽ നടക്കുകയും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് അനങ്ങാതെ ചരിക്കുകയും ചെയ്യുന്ന സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സഹോദരനെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അതായത് അലസത പാടില്ല. എന്ന് പറയേണ്ട അർത്ഥം എങ്ങനെയാണ് ഞങ്ങൾ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല, ആരിൽ നിന്നും ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്. കേട്ടോ, ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അധ്വാനിച്ച് കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് സുഖിച്ച് മൂർത്തടിച്ചെന്നല്ല പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്റെ ഒരു ജീവിത ശൈലിയെ നമുക്ക് കാണാനായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി കൂടാക്കടെയായിരുന്നു പൗലോസിന്. അതിനിടയിലാണ് ഈ വചനപ്രഘോഷണ കഥ നടക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നതിന് ഞങ്ങളെ തന്നെ മാതൃകയായിട്ട് നൽകാനാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കൽപ്പന നൽകി, അധ്വാനിക്കാൻ മനസ്സിലാത്തവൻ ഭക്ഷിക്കാതിരിക്കുക. അപ്പൊ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്. വെറുതെ അല്ല. അപ്പൊ സഹനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും ദൈവം പറയുക. ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകും ദൈവം പറയുമ്പോൾ അതിന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധനാരെ? വിശുദ്ധ പൗലോസ്. ഇനി പത്രോസിന്റെ മനോഭാവം ശ്രദ്ധിച്ച് പത്രോസ് പറയുകയാണ്. 1 പത്രോസ് 2:11 പ്രകാരം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡിക മോഹങ്ങളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്താണ് വചനം? നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡിക മോഹങ്ങളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ. ആത്മാവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡിക മോഹങ്ങൾ എന്താണത്?
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമായിരിക്കില്ലേ? ആ ജഡിക മോഹങ്ങളിലൂടെ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ ക്രമേണ അവൻ ചെന്നെത്തുന്നത് എവിടെയാണ്? ഈ ജഡിക മോഹങ്ങളുടെ വിശാല വഴിയിലൂടെ ക്രമേണ മനുഷ്യൻ ചെന്നെത്തുന്നത് എവിടെയാണ്? നരകത്തിലാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ജഡിക മോഹങ്ങളെ തടഞ്ഞു നിർത്താൻ, ഈ ജഡിക മോഹങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് തന്നെ സഹനമാണ്. കണ്ടോ? അതുകൊണ്ട് സഹനത്തിന്റെ മേഖലയാണ്. ഇതാണ് ജഡിക പ്രവർത്തനം. അതും വചനത്തിൽ പറയുന്നുണ്ട്. വിഷയാസക്തി ഇങ്ങനെ കൊണ്ട് കിടക്കുക മനസ്സിൽ, വ്യഭിചാരാസക്തി കൊണ്ട് നടക്കുക. അതാണ് പറയുന്നത്. വ്യഭിചാര, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം. ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ജഡത്തിന്റെ ആസക്തികൾ? ഈ ജഡത്തിന്റെ ആസക്തികൾ സമൂഹത്തിൽ വളരെ പ്രബലമായിരിക്കില്ലേ? ഈ ജഡത്തിന്റെ ആസക്തികൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നെ കൂടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നോക്കൂ, ഇതിനെ ഭയങ്കരമായിട്ട് ഹീറോവൽക്കരിക്കുന്ന ആളുകൾ. ദൈവമുണ്ടോ? ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു കാര്യമുണ്ടോ? ഇന്ന് നിങ്ങൾ സുഖിക്കി, നാളെ നിങ്ങൾ എന്തായി മരിച്ചു. ഇങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യാത്മാക്കളെ ഈ പിശാച് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. ഈ ജഡത്തിന്റെ ഈ താല്പര്യങ്ങളിലേക്ക് മനുഷ്യാത്മാക്കളെ ഇങ്ങനെ ആകർഷിച്ച് ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അത് നഷ്ടപ്പെടുത്തി കളയാ. ഇതാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയം ആസ്വദിച്ചിട്ടില്ല. നമുക്ക് സഹനങ്ങളുണ്ട്, നമ്മളായിട്ട് വരുന്നതല്ല പലപ്പോഴും. അത് സമൂഹത്തിൽ, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെതായ സ്വാർത്ഥത ഫലമായിട്ടൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവും. ആ അനുഭവങ്ങൾ നിരാശപ്പെടാണ്ട് സ്വീകരിക്കുക. ദൈവം അത് ഞാൻ വിശ്വാസത്തോടുകൂടി ദൈവത്തെ പ്രത്യാശ അർപ്പിച്ച് സമചിത്തയോട് നേരിട്ടാൽ ദൈവം എനിക്ക് അതിന് വലിയ പ്രതിഫലം തരും. കർത്താവ് നന്ദി, കാരണം ഇടുങ്ങിയ വഴിയിലൂടെ എനിക്ക് നടക്കാനായിട്ട് ഒരു അവസരമൊക്കെ തരാണല്ലോ എന്നുള്ള മനോഭാവത്തോടുകൂടി സ്വീകരിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിനെ ശ്രദ്ധിക്കണം. ഈശോയുടെ സുവിശേഷത്തിന് വിരുദ്ധമായ നമ്മുടെ ഹൃദയത്തിൻ്റെ ചായ്ച്ചലുകളെ തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ പിടിക്കാനായിട്ട് സാധിച്ചാൽ, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തെ കർക്കശമായിട്ട് കീഴടക്കുകയാണ്. കാരണം എന്താ? നിങ്ങളോട് സുവിശേഷം പ്രഘോഷിച്ച് ഞാൻ തന്നെ തിരസ്കൃതരാകാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടോ? അദ്ദേഹത്തിന്റെ സഹനമാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ജീവിതത്തിൽ ഈശോയുടെ ആ ദർശനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സഹനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിക്കുക. അതാണ് കർത്താവിൽ മരിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലേ? മരിച്ച 7 ദിവസം നമ്മൾ ആ ചെറിയ, അല്ലേ, നമ്മുടെ ആ മരണത്തിൻ്റെ ആ ഫോട്ടോ, അല്ലേ, ഫോട്ടോ ഉണ്ടല്ലോ, ചെറിയൊരു പടം ഉണ്ടല്ലോ, അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അടിയിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്ന് മനോഹരമാണല്ലേ? കർത്താവ് നിദ്ര പ്രാപിക്കുന്നതിൻ്റെ പണിയുണ്ടാവും. ഒരു പണിയുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് കർത്താവ് നിദ്ര പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നിദ്ര പ്രാപിക്കുന്നവൻ കർത്താവിൽ ഉണർന്നെഴുന്നേൽക്കും. കർത്താവ് പ്രാപിക്കുന്നവൻ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നിൽ വിശ്വസിക്കുന്നു, മരിച്ചാലും ജീവിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും